ഹലോ ഗായ്സ്, സൂസ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ താറാവ് കറിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഒരു ഫുൾ താറാവാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് താറാവ് കറിയിലോട്ട് ആവശ്യമുള്ളത് ഞാൻ 250 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയ സവോള ആയതുകൊണ്ട് ഒരു 5 പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 3 എണ്ണം മതി കേട്ടോ. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കുറച്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്. താറാവായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല കുക്കിംഗ് ടൈം വേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മീറ്റ് കംപ്ലീറ്റ് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ജിഞ്ചർ പേസ്റ്റ് ഉണ്ട്, അതേപോലെ വെളുത്തുള്ളിയും പച്ചമുളകും കൊണ്ട് അരച്ചത് ഇരിപ്പുണ്ട്. അപ്പം ജിഞ്ചർ പേസ്റ്റ് കുറച്ച് ഇതിനകത്തുനിന്ന് എടുത്തിട്ട് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വെളുത്തുള്ളിയും മുളകും കൂടെ അരച്ചതും. നമ്മളിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയിൽ കുറച്ച് ചുവന്നുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇടാൻ യൂസ് ചെയ്യുന്ന മോസ്റ്റ്ലി നമ്മൾ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി നമുക്ക് അധികം ആവശ്യമില്ല, എങ്കിലും ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിത് മാത്രമേ എടുക്കുന്നുള്ളൂ, മസാലയ്ക്ക് അധികം മുളക് പൊടി യൂസ് ചെയ്യാറില്ല. കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമുക്ക് നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് അതൊന്ന് കൂട്ടി മിക്സ് ചെയ്യാൻ പോകാം കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഒപ്പം ഒരല്പം ഇതിനകത്ത് ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോക്കനട്ട് ഓയിലാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നമ്മളൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഹാഫ് അവർ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ജസ്റ്റ് അതിൻ്റെ അതിനകത്തോട്ടൊക്കെ ഒന്ന് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഹാഫ് അവർ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഹാഫ് അവർ ഇരിക്കുന്ന നേരത്ത് നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾ ഈ താറാവിനെ പിടിച്ചത് എങ്ങനെയാണെന്നും എവിടുന്നാണ് പിടിച്ചതെന്നും ജസ്റ്റ് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാട്ടോ. ഞങ്ങൾ താറാവിനെ പിടിക്കാൻ പോയത് വേറെ എവിടെയല്ല, ഞങ്ങളുടെ MD യുടെ വീട്ടിലാണ്. MD യുടെ വീട്ടിൽ കുറച്ച് നാടൻ താറാവിനെ വളർത്തുന്നുണ്ട്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഒരുപാട് കാടയുണ്ട്, അതേപോലെ ഫ്ലൈയിങ് ഡക്ക് ഉണ്ട്, ഒരുപാട് തരം വെറൈറ്റി ലവ് ബേർഡ്സ് ഉണ്ട്, പ്രാവുകളുണ്ട്, നാടൻ കോഴികളുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് പച്ചക്കറികളുണ്ട്. ഗ്രീൻ ഹൗസ് ഫാമിംഗ് ഉണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചേർന്നൊരു വീഡിയോ ഞാൻ
സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു നാടൻ താറാവ് ആയതുകൊണ്ട് നമുക്കൊരു ഏകദേശം ഒരു 3 to 4 ഒരു വിസിൽ അടിക്കണം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ 4 വിസിൽ അടിച്ചിട്ടുണ്ട്. 4 വിസിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ എയർ നമ്മളായിട്ട് കളയരുത്, അത് സ്വയമേ പോയി തീരണം. അതുവരെ നമുക്ക് വേണമെങ്കിൽ സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്കിനി അടുത്ത് നമ്മൾ അതിൻ്റെ മസാല ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രം ഞാൻ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ആവശ്യത്തിനുള്ളൊരു എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകും കേട്ടോ. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ചെറിയുള്ളി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കിയുള്ളത് ആഡ് ചെയ്യണം. മാക്സിമം ചെറിയുള്ളി കൂടുതൽ യൂസ് ചെയ്താൽ ഒന്ന് ഈ നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയുള്ളിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ വഴന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സവോള നമ്മൾ അരിഞ്ഞിട്ടിരിക്കുന്നത് ആഡ് ചെയ്യാം. ഈ ചെറിയുള്ളി ഒന്ന് വഴന്ന് വരാൻ ഇത്തിരി ടൈം എടുക്കും, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഉള്ളി ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിതിനകത്തോട്ട് ഇനി നമ്മുടെ മസാല ഐറ്റംസ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കുരുമുളക് പൊടി ഉണ്ട്, വളരെ കുറച്ച് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്, കാരണം മറ്റേതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നേക്കുന്നത് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ശരിക്കും നന്നായിട്ട്. ആ ഒരു പൊടിയുടെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. പൊടി ഏകദേശം പച്ചമണം മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. എയർ മൊത്തം പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഓപ്പൺ ആക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവിനെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. താറാവിന് നമ്മളൊരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് താറാവിൻ്റെ ഇറച്ചിയിലെ വെള്ളം ഉണ്ടാവും, ആ വെള്ളമാണ് ഈ വന്നത് കേട്ടോ. നമ്മളിപ്പോൾ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഇതെല്ലാം ഇട്ടതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ ഉപ്പ് നോക്കണം. നമ്മൾ അധികം ഉപ്പ് യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നമ്മളിപ്പോൾ ആ വേറെ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. ആ ഉള്ള വെള്ളത്തിൽ തന്നെ ജസ്റ്റ് ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ, ഒരു 2 മിനിറ്റ്. വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ കുറച്ചും കൂടെ കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. കാരണം എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്യുക, കുറച്ച് മതി എന്നുള്ളവർക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ മോസ്റ്റ്ലി ഇതിനകത്ത് താറാവിറച്ചിയിൽ അധികം മുളക് പൊടി യൂസ് ചെയ്യാറുണ്ട്, കുറവാണ് യൂസ് ചെയ്യാറ്. പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവസാന നിമിഷങ്ങളിൽ ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ സ്മെല്ലും മണവും കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഞാനിവിടെ താറാവിനെ എടുത്തിരിക്കുന്ന തൊലി കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നോർമലി എല്ലാവരും തൊലിയോട് കൂടി എടുക്കുന്നത്. തൊലി കളഞ്ഞെടുക്കുമ്പോൾ എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു താറാവിന് ചെറിയ ചൂരുണ്ട്, ആ ചൂരുണ്ടാവില്ല അപ്പോൾ ഇതിന്. ഓക്കെ, കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചൂടാക്കിയ വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഇച്ചിരി ചാറ് വേണ്ടതുകൊണ്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഒരിക്കലും പച്ചവെള്ളം യൂസ് ചെയ്യരുത്, ചൂടാക്കിയ വെള്ളം മാത്രമേ യൂസ് ചെയ്യാവൂ കേട്ടോ. നമുക്കിനി അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിയുമ്പോഴേക്കും ഏകദേശം നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ടാവും. മേളിൽ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ആ ഒരു ഫ്ലെയിമിൽ കിടന്ന് ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കണത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തോട്ടെ. അപ്പം നമ്മുടെ താറാവ് കറി ഏതായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താറാവ് കറി ആണെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ.